ഉത്സവമായിട്ട് അമ്പലത്തിട്ടൊന്നും കണ്ടില്ലല്ലോ. അതിന് ഉത്സവം മറ്റന്നാളല്ലേ, ഞങ്ങൾ ഇറങ്ങണ്ട്. എന്നാ പ്രസാദം എടുക്ക്. കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കണ്ട്. അതെ, ഞങ്ങൾ നാളെ വിഷുക്കനായിട്ട് ഇറങ്ങണ്ട്. അപ്പൊ സംഭവം നല്ല കനത്തില് കാശായിട്ടോ സ്വർണ്ണമായിട്ടോ എടുത്തു വെച്ചേരെ. എന്താന്ന് വെച്ചാല് ആകെ ശോകാവസ്ഥയിലാണ്. പിരിവ് തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിഷുക്കണി ആവാതിരുന്നാ മതി. ഈ പ്രാവശ്യം പോയിരിക്കും. ശരി, പോട്ടെ. ശരി. അതെ, ഈ കണി കൊണ്ട് മാത്രം പരിപാടി നടക്കില്ല. അതുകൊണ്ട് കാര്യം തടയുകയില്ല. അതിന് നമ്മുടെ ഷൺമുഖ ചേട്ടായി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പ്ലാൻ? ബിസിനസ് പ്ലാൻ. ചേട്ടേ, ഒരു പ്ലാൻ പറഞ്ഞിട്ട് ഒരു കിടിലൻ പ്ലാൻ. രാത്രി പൂത്തിരി കമ്പിത്തിരി മത്താപ്പും കിത്താപ്പും കുണ്ടടക്കം സകല സാധനം നമ്മളോട് എന്നിട്ട് നമ്മൾ ഇരട്ടി വിലക്ക് വെക്കും. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറാ. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ വിട്ടാലോ? തൃപ്പൂണിത്തുറയില് പടക്കം ഉണ്ടാക്കണ ഒരു കടയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ ഒരു 5000 ഉണ്ട്. എൻ്റെ ഒരു 3000 ഉണ്ടാവും. 3000 എന്റെ എണ്ണിപ്പറിക്ക് 2000 ഉണ്ടാവുമായിരിക്കും. 2000 3000 അപ്പൊ മൊത്തം 10000. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോവാം. എങ്കിൽ ഞാനെന്നാ കണ്ണനെ വിളിച്ചാ വിളി. ആ കണ്ണാ, നീ എവിടെ? എടാ നമുക്കൊന്ന് തൃപ്പൂണിത്തുറ പോയാലോടാ. ചെറിയൊരു ബിസിനസ് പരമായിട്ടുള്ള യാത്രയാണ്. നീ വാ. പോയാലോ? എടാ മച്ചാനെ വണ്ടി എടുക്കോ? എടുക്കടാ. ചേട്ടോ, എന്തായി? ഞങ്ങളുടെ ഒരു 10,000 രൂപ ഉണ്ട്. ചേട്ടൻ ഒരു 25,000 രൂപ സഹായം ചെയ്താലാണ് ഞങ്ങൾക്ക് ഈ വിഷു അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. ഒന്ന് സഹായിച്ചാളേ. ചേട്ടാ, ഈ റൈറ്റ് സൈഡിലെ മേളിലത്തെ പാമ്പുകുളിയുണ്ടോ? പാമ്പുകുളിയാ ചാണാപ്പറ്റ സാധനത്തിലുള്ളൂ. പൂത്തിരി അമ്പിത്തിരി മറ്റേ കളർ സാധനമല്ലേ? ആ മൂലക്കേക്കണ എല്ലായിടത്തും. ചേട്ടാ, ഈ ഇരിക്കുന്ന സാധനം അല്ല വെറൈറ്റി സാധനം എന്തെങ്കിലും ഉണ്ടോ? മണ്ണിൽ മൂടിയിട്ടിട്ടൊക്കെ പൊട്ടിക്കാൻ പറ്റിയത് ഒരു ചൈനയുടെ പുതിയ ഐറ്റം ഇറങ്ങി. മേളിൽ പോയിട്ട് താമര വിരിയുമ്പോൾ ഒരു ഐറ്റം ഉണ്ട്. താമര ഇവിടെ വരികയുണ്ട് അല്ലേ? പിന്നെ സാധനങ്ങളെ വിറ്റ് തീർന്നാ ഞങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളിങ്ങ് പോരേന്നേ, നമുക്ക് സെറ്റാക്കാം. എടാ, ചേട്ടൻ്റെ നമ്പർ മേടിച്ചു. വിക്രം, ആ നമ്പർ എന്ന് പറഞ്ഞു വർത്തമാനെ. 90 72 74 66 66. പേര് ഷാജി, വടക്കൻ ഷാജി. ചേട്ടാ, ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. എടാ, സാധനം സൂക്ഷിച്ച് ഇറക്കട്ടാ. വെറുതെ എന്റെ വണ്ടി എത്തിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് ദുരന്തനാടാ. വാ തുറന്ന നെഗറ്റീവ് അടിക്കണോനൊക്കെ വൃത്തിയായിട്ടോ. നീ മാത്രം വലിയ പറ്റി അപ്പുറത്തേക്ക് പൊന്നു പെടുക്കൊന്ന് അതിൽ പിടിക്കുകയും ചെയ്യും. എടാ, ഇതൊക്കെ ഒന്ന് തരഞ്ഞിരിച്ച് വെക്കണമല്ലോ. ഇത് ഇവിടെ വെച്ചോ. എന്താടാ? എടാ, ഇതാ പടക്കടക്കാരൻ്റെ ആയിരിക്കും. പിന്നെ ഇത്രയും കാശോ? ഒന്ന് പോയായിട്ട് നടന്ന് എന്തുമാതിരി കച്ചവടം നടക്കണമെന്ന് ഓർത്താ. ഈ വിഷുവിനെ കോടികൾ മറിയോടെ. ആ കോടികളുടെ ഇടയിൽ കുറച്ച് പൈസ പറഞ്ഞാൽ ആരും അറിയാൻ പോകണല്ലോ. ഒന്ന് പോയടാ അവിടുന്ന്. സത്യസന്ധമായ കച്ചവടം ജനവരി കറക്റ്റ് കണക്കുണ്ടോ? ഒന്ന് ആലോചിച്ചേ, ഈ കമ്പിത്തിരി സാധനങ്ങൾക്ക് നമ്മളെടുത്ത് കച്ചവടം ചെയ്യണത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അതിപ്പോ തന്നെ നേരത്തെ കിട്ടിയെന്ന് വിചാരിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ. പൈസ എടാ, കഷ്ടപ്പെടാതെ എടാ കണ്ണാ, നീ വലിയത് പറയല്ലേ കേട്ടോ. നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കൊന്നും വേണ്ട. നീ എന്തിനാണ് ആർത്തി പിടിക്കണേ? നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് പോരെ? നിങ്ങൾ പോയി അന്വേഷിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് എന്തോരം കടമുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ?
പൈസക്ക് അത്യാവശ്യം നിങ്ങളെക്കാളും കൂടുതൽ എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? എടാ അതുകൊണ്ടല്ല ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കണേ. അത് ഈ പൈസ വന്നപ്പോല്ലേ. എന്താടാ മല നീ അതോടെ വയ്ക്കേ, നമുക്കൊന്നുകൂടെ ആലോചിക്കാം. എന്നാ നിങ്ങളുടെ പൈസ. ആരടാ? ആ കടക്കാരനാ. ഞാൻ ഫോൺ എടുക്ക്. ആ ഹലോ. ഹലോ, നിങ്ങൾ ഉച്ചയ്ക്ക് കടയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ? അതേട്ടാ. നിങ്ങൾക്ക് ഇവിടെ തന്നുവിട്ട സാധനത്തിന് കൂടി വേറെ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഒരു പൊതി പോലെ എന്തെങ്കിലും? ഹലോ, എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇല്ല ഏട്ടാ, ഒന്നും കിട്ടിയില്ലായിരുന്നു. ആണോ? കിട്ടിയില്ല അല്ലേ? എന്താ സംഭവം ഏട്ടാ? ഇല്ല, അതിന്റെ കൂടി എന്റെ ഒരു സാധനം കൂടി പോന്നു എന്നൊരു സംശയം, അതുകൊണ്ട് വിളിച്ചതാ. ഇല്ല ഏട്ടാ. ആ എന്നാ ശരി മോനെ. ഓക്കെ. ആ ശരി ഏട്ടാ. നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞേ? എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. ഓ അപ്പൊ നിന്റെ പ്ലാൻ എന്താ? നമുക്കെല്ലാരും കൂടി എനിക്കേ വേണ്ട, ഇതും പിടിച്ചോ. ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ചോദിച്ചോളാം. നിങ്ങൾ എല്ലാം ഞാനും പോണു. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ആ പഴയ കൂട്ടും സ്നേഹമൊക്കെ പോയേട്ടാ. എനിക്ക് പേടിയാവും. ഞാനും പോവാ. ഞാനും വന്നിട്ടുണ്ടോ? ഷമ്മു ചേട്ടായി, നീ ആ പൈസ പൊതിഞ്ഞെടുക്ക്, എന്നിട്ട് വന്ന് വണ്ടി കയറ്. വാ എടാ വാടാ. എടാ ഈ പൈസ നമ്മൾ പണിയെടുത്ത് കിട്ടിയതല്ലാത്തോണ്ട് ഒരിക്കലും മനസമാധാനം കിട്ടില്ലടാ. ഇതും വെച്ച് നിന്റെ ഒരു ബാധ്യതയും തീരാൻ പോണില്ല. ഉള്ള മനസമാധാനം പോവുകയും ചെയ്യും. എടാ കടയൊക്കെ നമുക്ക് തീർക്കടാ. പടക്കം കയ്യിലിരിക്കല്ലേ, നാളെ തന്നെ വിറ്റ് നമ്മുടെ കയ്യിൽ കാശ് വരാൻ പോലെ. എടാ ഇപ്രാവശ്യം കിട്ടുന്ന ലാഭം മുഴുവൻ നിനക്കുള്ളതാ. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. പിന്നല്ലാണ്ട്. കേട്ടോ? ആ ഷായ് ചേട്ടനല്ലേ? ഷാച്ചനും വീട്ടിൽ പോയില്ലോ. ആണോ? വീട്ടിലേക്ക് പോയല്ലേ? വീടോടെ? വീട് ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് എടുക്കുക. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ മതി. ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ ശരി. ചേട്ടാ ഈ പടക്കട നടത്തുന്ന ഷാജി ചേട്ടൻ? ആ ഷാജി ചേട്ടൻ എൻ്റെ ചേട്ടൻ. ഓ ഷാജി ചേട്ടൻ്റെ അനിയനാണോ? ആ ഷാജി എൻ്റെ ചേട്ടനാ. എന്താ കാര്യം? ചേട്ടൻ മോടെയാണല്ലോ. എന്താ പരിപാടി? എന്നാ കാര്യം? അതാ ഷാജി ചേട്ടനോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ചേട്ടാ വീട് എവിടെയായിരുന്നു? അവിടെ നേരെ പോവാ, ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ വീട് കേട്ടാ. പിന്നെ പോയിട്ട് വരുമ്പോഴേ ആ കാര്യം എന്നോടും കൂടെ പറയണം. ഞാനാ കവലുണ്ടാവും കേട്ടാ. ശരി ചേട്ടാ. വിട്ടോ. എന്താ സംഭവം? വണ്ടി എടുക്കും. നാട് ശരിയല്ല. ഇതാണ് വീടെന്ന് തോന്നുന്നുണ്ടോ? മോളെ അച്ഛനെവിടെ ഇല്ലേ? എന്തോ? ആ നിങ്ങളായിരുന്നു. എന്താ പരിപാടി? അല്ല ഏട്ടാ, ഉച്ചയ്ക്ക് ഒരു സാധനം കണ്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചില്ലായിരുന്നോ? ആ അത് കിട്ടിയായിരുന്നു കേട്ടോ. ഷാജേട്ടാ നിങ്ങൾ അനിയനെന്തേ? അവൻ ഈ വഴി അങ്ങ് പോണോ? എന്താ പ്രശ്നം? നഴ്സറി വിട്ട് വന്ന കൊച്ചിൻ്റെ അവൻ ഉപ്പാൻ തട്ടിപ്പറിച്ചിട്ട് ഓടിയേക്കണം. കഴിഞ്ഞ ആഴ്ച അമൃതമ്പുരയുടെ കേസായിരുന്നു. നല്ലടി കിട്ടുമെന്ന് പറഞ്ഞു കിട്ടോ. വാടാ നമുക്കേ അവന്റെ വായിൽ ഗുണ്ടു വെച്ച് പൊട്ടിച്ചാലോ? വേണ്ട, അവന്റെ കുണ്ടിയിലെ മാലപ്പടക്കം വെച്ച് പൊട്ടിക്കാം. അങ്ങനെ ആ അത് വിട്. നിങ്ങൾ എന്തിനാ വന്നേ? അനുഗ്രഹം. അല്ല ചേട്ടന്റെ അനുഗ്രഹം വേണമായിരുന്നു. രാവിലെ വന്നപ്പോ അത് വാങ്ങാൻ പറഞ്ഞ. അനുഗ്രഹോ? ചേട്ടനതങ്ങ് വാങ്ങ്. നന്നായി വരും മക്കളെ. ആദ്യമായിട്ടാ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ. എന്നാ ചേട്ടാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ശരി മക്കളെ. കുഞ്ഞാപ്പോ മാവന്മാർക്ക് ഹാപ്പി വിഷു പറ. മാമന്മാരെ ഹാപ്പി വിഷു. ആണല്ലോ. ആ சொல்லுங்க என்ன தம்பி, நீங்க சௌக்கியமா இருக்கா? ஆ சௌக்கியம் இருக்கு. நீங்க வீட்ல இருக்கா? நான் வீட்டில் இருக்கேன்.
இந்த வாட்டி வந்த பாக்ஸுக்குள்ள ஏதாவது பேக்கெட் கிடைச்சிருக்கா? பாக்கெட்டா? ம் இல்ல, என்னாச்சு? ம்